നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് മഹാമാരി ലോകമെങ്ങും വഷളായി വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. ഓരോ ദിവസവും പുതിയ രോഗികളുടെ എണ്ണം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിലെ സാമ്പത്തിക ശക്തികളിലൊന്നായ അമേരിക്കയിൽ വംശീയാതിക്രമത്തിനെതിരായ പ്രതിഷേധം അമേരിക്കയും പിന്നിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അത്തരം പ്രതിഷേധങ്ങൾ സുരക്ഷിതമായി തന്നെ നടത്തണമെന്ന നിർദ്ദേശമാണ് WHO മുന്നോട്ട് വയ്ക്കുന്നത് പോലും. എന്നാൽ തന്നെയും ഇത്തരമൊരു സാഹചര്യത്തിൽ UAE-യിൽ നിന്ന് നാട്ടിൽ വരുന്നവരെല്ലാം കോവിഡ് പെട്ടിയിലാക്കി കൊണ്ടുവന്ന് വ്യാപനം നടത്തുന്നവരാണെന്ന് പരിഹസിച്ചവർക്കും ട്രോളർമാർക്കും ഒരു മറുപടി. WHO ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ പാൻഡമിക് സാഹചര്യത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ലോകത്തിലെ 3 രാജ്യങ്ങളിലൊന്ന് UAE ആണെന്നത് സന്തോഷത്തോടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇത് സംബന്ധിച്ച് നസീർ വാടാനപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വീണ്ടും UAE-യിൽ നിന്ന് നാട്ടിൽ വരുന്നവരെല്ലാം കോവിഡ് പെട്ടിയിലാക്കി കൊണ്ടുവന്ന് വ്യാപനം നടത്തുന്നവരാണെന്ന് പരിഹസിച്ചവർക്കും ട്രോളിയവർക്കുമൊക്കെ കേട്ടോളൂ. WHO ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ പാൻഡമിക് സാഹചര്യത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ലോകത്തിലെ തന്നെ 3 രാജ്യങ്ങളിലൊന്ന് UAE ആണെന്ന് സന്തോഷത്തോടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. തന്നെയുമല്ല, ഏകദേശം 2.5 മില്യൺ കോവിഡ് ടെസ്റ്റുകൾ നടത്തി പോസിറ്റീവ് കേസുകളേക്കാൾ കൂടുതൽ പേർ റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്ന സന്തോഷവും സമാധാനവും നൽകുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ UAE പഴിചാരിയവരോട് പുച്ഛമാണ് തോന്നുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ സാധാരണ നിലയിലേക്ക് UAE എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സഹായരായ ഒരുപാട് പാവ മനുഷ്യരുടെ നിസ്വാർത്ഥ പ്രാർത്ഥനയും വിദേശി സ്വദേശി വ്യത്യാസമില്ലാതെ ഒത്തൊരുമയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് UAE-ക്ക് ഈ മഹാമാരിയെ അതിജീവിച്ച് മുന്നോട്ട് പോവാൻ സാധിച്ചത്. സ്വദേശികളെന്നോ വിദേശികളെന്നോ വകതിരിക്കാതെ ഈ മഹാമാരി പിടിപെട്ട എല്ലാവർക്കും ഒരേപോലെ പരിരക്ഷ നൽകി ലോകത്തിന് തന്നെ മാതൃകയായ ഇവിടുത്തെ ഭരണകർത്താക്കളെ, ഈ നാടിന്റെ ദേശികളെ, അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ, സന്നദ്ധ സംഘടനകളെ, ആരോഗ്യ പ്രവർത്തകരെ, നിയമപാലകരെ, എല്ലാത്തിനും മുമ്പേ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും അതേപടി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന പൊതുജനങ്ങളെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ജീവിതശൈലികളിൽ മാറ്റം വരുത്തി നമ്മുടെ ജീവനും സഹോദരങ്ങളുടെ ജീവനും രക്ഷിക്കാൻ നാം ഏവരും കർമ്മനിരതരാവുക. നാം അതിജീവിക്കും ഈ മഹാമാരിയെയും. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനം ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ഇതിനോടകം തന്നെ ലോകമെമ്പാടും 40 ലക്ഷത്തിൽ പരം പേരെ കൊന്നൊടുക്കി. 70 ലക്ഷത്തിലേറെ പേർക്ക് രോഗം ബാധിച്ചു. കിഴക്കൻ ഏഷ്യ, യൂറോപ്പ് എന്നിവയ്ക്ക് പിന്നാലെ അമേരിക്ക കോവിഡിന്റെ കേന്ദ്രമായി മാറി. യൂറോപ്പിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടുവെങ്കിലും ആഗോളതലത്തിൽ വഷളായി വരികയാണെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദനോം ഗെബ്രിയേസസ് ജനീവയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ 9 ദിവസവും രോഗികളുടെ എണ്ണം 1 ലക്ഷത്തിന് മുകളിലായിരുന്നു. ഞായറാഴ്ച 1,36,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള ഉയർന്ന നിരക്കാണിത് രേഖപ്പെടുത്തുന്നത് പോലും. ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തതിൽ 75% അമേരിക്ക, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലെ 10 രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുടെ അലംഭാവമാണെന്നും അദ്ദേഹം പറയുകയാണ്. പലർക്കും വൈറസ് ബാധയെക്കുറിച്ച് ഇപ്പോഴും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. 6 മാസം കഴിഞ്ഞിട്ടും പല രാജ്യങ്ങൾക്കും ജനങ്ങളിൽ വേണ്ട പോലെ അവബോധം നൽകാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധങ്ങളോടും പ്രക്ഷോഭങ്ങളോടും ലോകാരോഗ്യ സംഘടനയ്ക്ക് വിയോജിപ്പുമില്ല. പക്ഷേ അവ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണമെന്ന് മാത്രം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.